വരുന്ന 21 ദിവസത്തിനകം ബാക്കിയുള്ള 99% ആളുകളിൽ നിന്നും വ്യത്യസ്തമായി 1% എങ്ങനെ എത്താമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മോങ്ക് മോഡ് അഥവാ സന്യാസി ജീവിതം. ഇനി വരാൻ പോകുന്ന 21 ദിവസത്തേക്ക് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം. അതിനു മുൻപ് ഈ മോങ്ക് മോഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഉറപ്പായും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിരിക്കണം. ഉദാഹരണത്തിനായി 21 ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇത്ര രൂപയെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങിയിരിക്കണം. അങ്ങനെ എന്തുമാകട്ടെ, നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ ഇന്ന അച്ചീവ്മെന്റ് സ്വന്തമാക്കിയിരിക്കണം എന്നുള്ള ഗോൾ നിങ്ങൾ മുന്നിൽ കരുതിയിരിക്കണം. നിങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥിയോ ഒരു കോളേജ് വിദ്യാർത്ഥിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം എന്ന് അറിയാത്തവർക്കായി എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്താണ് ശരിക്കും മോങ്ക് മോഡ്? ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞത് 21 ദിവസമെങ്കിലും നിങ്ങൾ ഞാൻ ഇനി പറയുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതായി വരും. അഥവാ നമ്മൾ ഈ കാണുന്ന എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുന്നതാണ്. എന്തുകൊണ്ടാണ് 21 ദിവസം? നമ്മൾ എന്തെങ്കിലും ഒരു ശീലം തുടങ്ങുകയാണെങ്കിൽ അത് കൃത്യമായി 21 ദിവസം ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മോങ്ക് മോഡ് കുറഞ്ഞത് 21 ദിവസമെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ദിവസം ചെയ്യണമെങ്കിൽ കൂടുതൽ ചെയ്യാവുന്നതാണ്. ഒരിക്കലും 21 ദിവസത്തിൽ കുറയ്ക്കരുത്. എങ്ങനെ മോങ്ക് മോഡ് ചെയ്യാം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് തുടങ്ങാവുന്നതാണ്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കുറഞ്ഞത് ഡെയിലി 1 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യുക. ജിമ്മിൽ പോകുവാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് എക്സർസൈസ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കണം. നമുക്കറിയാം എക്സർസൈസ് ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന്. നമ്മുടെ ഹാർട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വളരെ വേഗം നിങ്ങൾ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഇത് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിന് മാത്രമല്ല ഗുണം ചെയ്യുന്നത്, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കും. അടുത്ത 21 ദിവസം ഈ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. മോങ്ക് മോഡ് ചെയ്യാനായി നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത് ഡെയിലി 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക എന്നതാണ്. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ പറ്റുന്ന ഏത് സ്ഥലം വേണമെങ്കിലും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നട്ടെല്ല് നിവർത്തി വേണം ഇരിക്കുവാൻ. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മൂക്കിലൂടെ പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസം എടുക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കായിരിക്കണം. വളരെ പതിയെ മൂക്കിൽ നിന്ന് ശ്വാസം എടുത്തിട്ട് നിങ്ങൾ വായിലൂടെ പുറത്തു വിടാവുന്നതാണ്. ശ്വാസം മൂക്കിലേക്ക് കയറുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ അതുതന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ട് കാണുവാൻ സാധിക്കും. ഒരു 3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഗുണം മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കാനും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനും ഇത് വളരെ നല്ലതാണ്. കൂടാതെ നിങ്ങൾക്ക് സ്ട്രെസ്, ഡിപ്രഷൻ എന്നിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ്. അടുത്ത 21 ദിവസത്തേക്ക് ഇതും ചെയ്യണം. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ ഡെയിലി 1 മണിക്കൂർ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, എന്നാൽ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ ഇത് ചെയ്തേ മതിയാകൂ. കാരണം ഒരു ദിവസം മണിക്കൂറുകളോളം ഒരു ഉപയോഗവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സമയം പാഴാകുന്നതല്ലാതെ വേറെ ഒരു ഉപകാരവും ഉണ്ടാകില്ല. ഞാൻ ചെറിയൊരു കണക്ക് പറയാം. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ഫോൺ ഉപയോഗിക്കുന്നത് 5 മണിക്കൂറാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസം ആകുമ്പോഴേക്കും അത് 150 മണിക്കൂറായി മാറും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാസം 150 മണിക്കൂറുകൾ മാത്രം ഫോണിൽ ഇങ്ങനെ വെറുതെ ഒരു ഉപയോഗവും ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ സമയം കളയുന്നു. അതൊരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 75 ദിവസത്തോളം നിങ്ങൾ കംപ്ലീറ്റ് ആയി ഫോൺ ഉപയോഗിച്ച് മാത്രം തീർക്കുന്നു. എന്തോരം സമയമാണ് നിങ്ങൾ ഒരു ആവശ്യവും ഇല്ലാതെ ഇങ്ങനെ കളയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിൽ പലരുമില്ലേ ഇൻസ്റ്റഗ്രാം റീൽസും തോണ്ടി മണിക്കൂറുകൾ വെറുതെ കളയുന്നവർ? ഇങ്ങനെയൊന്നും അനാവശ്യമായി സമയം കളയാതെ ഇരിക്കുക. അതുകൊണ്ട് ഡെയിലി 1 മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. അതിനായി ഒരു പ്രത്യേക സമയം തന്നെ സെറ്റ് ചെയ്യുക. മോങ്ക് മോഡ് ചലഞ്ച് എടുക്കുവാനായി നിങ്ങൾ നാലാമതായി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം മുന്നിൽ കാണുക. ഒരിക്കലും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ആവാൻ സാധിക്കില്ല എന്നതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പുതിയ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക. അല്ലാതെ വെറുതെ പുസ്തകത്തിലുള്ളത് മാത്രം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി
എഴുതിയാൽ നിങ്ങൾക്ക് ഒരു ഉപയോഗവും അത് ഉണ്ടാക്കി തരുവാൻ പോകുന്നില്ല. ഇനിയുള്ള കാലത്ത് നല്ല ഹൈ ഇൻകം സ്കില്ല് അത്യാവശ്യമാണ്. അതിനായി നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ താല്പര്യം അതിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് പഠിക്കുവാനായി സമയം ചിലവഴിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, കാരണം നിങ്ങൾ 1 മണിക്കൂറിൽ കൂടുതൽ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയമെല്ലാം നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുവാനായി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഒരു ഫുട്ബോൾ കളിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു കരിയർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഡെയിലി ഒരുപാട് നേരം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത 21 ദിവസത്തേക്ക് മാത്രമല്ല, നിങ്ങൾ ഇനി മുന്നോട്ടേക്കും ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഈ 21 ദിവസം എന്ന് പറയുന്നത് ഒരു തുടങ്ങിവെക്കൽ മാത്രമാണ്. പിന്നീട് അങ്ങോട്ടേക്കും ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ടതാണ്. കാരണം ഈ 21 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം മനസ്സിലാകും. അങ്ങനെ ഇത്തരത്തിൽ ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ മേഖലയിൽ നിങ്ങൾ കഴിവ് വർദ്ധിപ്പിച്ചെടുക്കുവാൻ ഈ 21 ദിവസം സമയം കളയുക. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ മോങ്ക് മോഡിൽ ചെയ്യേണ്ടത്. അടുത്ത 21 ദിവസത്തിൽ ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാതെ ഇത് ചെയ്യേണ്ടതാണ്. 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് നല്ലതായി തോന്നുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മാറും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയുള്ള വീഡിയോകൾ ഇനിയും നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളിലേക്ക് എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.